ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ശിവരാത്രി തുടങ്ങി അടുത്ത ശിവരാത്രിക്കുള്ളിൽ മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ തംബ്നെയിലിൽ 3 ചിത്രങ്ങളുണ്ട്. അതുകൂടാതെ ഈ 3 ഡെക്കുകൾ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിക്കുക. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കുക. ഓക്കെ, റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ശിവരാത്രി തുടങ്ങി അടുത്ത ശിവരാത്രിക്കുള്ളിൽ മഹാദേവൻ ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, clarify the 6 of Cups. Six of Swords. The Hermit. ഓക്കെ, അണ്ടർലൈൻ എനർജി 9 of Swords ആണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചില മെമ്മറീസ്, ചില അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ളതായിരിക്കാം. അത് ഞാൻ കാണുന്നത് കറന്റ്ലി നിങ്ങൾ അതിൽ വളരെയധികം സ്ട്രെസ്ഡ് ആണ്. നിങ്ങൾക്ക് അത് ആ ഒരു ഓർമ്മകൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളിൽ നിന്ന് അത് വിട്ടുപോകുന്നില്ല. എപ്പോഴും അതിനെക്കുറിച്ച് ഓർമ്മകൾ വരിക. അപ്പോൾ അതുമൂലം നിങ്ങൾക്ക് വേദനകൾ ഉണ്ടാകുക, വിഷമം ഉണ്ടാകുക, സ്ട്രെസ് അനുഭവിക്കാം. അങ്ങനെ ചിലപ്പോൾ ഉറക്കത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു മനസ്സമാധാനം ഇല്ല. മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഇല്ല. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രസന്റ് മൊമെന്റിൽ ആയിക്കൊണ്ട് ലൈഫിൽ വളരെ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടും ആ ഒരു മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കാത്തൊരവസ്ഥ. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അത് നിങ്ങളുടെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വിഷ് ഫുൾഫിൽമെന്റ് ആണെന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്, മനസ്സമാധാനമുള്ള ഒരു ലൈഫ്. അനാവശ്യമായ ചിന്തകളില്ലാതെ സ്വസ്ഥതയോടുകൂടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ലൈഫ് വളരെ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക. ഇതാണ് നിങ്ങളുടെ ഒരു ആഗ്രഹമായിട്ട് കാണുന്നത്. ആ ഒരു ആഗ്രഹത്തിന്റെ എന്താ പറയണ്ടേ, ആ ആഗ്രഹം സബലീകരിക്കുന്നതായിട്ട് കാണുന്നു. ആ പാസ്റ്റിലത്തെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി അതിനെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ വളരെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സമാധാനം നിറഞ്ഞൊരു ജീവിതം, വളരെ സമാധാനം നിറഞ്ഞൊരു കാലം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ അനാവശ്യ ചിന്തകളൊക്കെ നിങ്ങളിൽ നിന്ന് എന്താ പറയാ, നിങ്ങൾക്ക് അത് പോകുന്നതാണ്. നിങ്ങൾക്ക് അതിന് ആ ഒരു ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ, ഈ പാസ്റ്റ് മെമ്മറീസ് ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മുക്തി നേടുന്നു. നിങ്ങൾ കൂടുതൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 3 of Cups. അപ്പൊ കറന്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ അടുത്ത് ഒന്നുകിൽ ഓൾറെഡി ഉണ്ടാവും, നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വളരെ വൈകാതെ തന്നെ ഈ സോൾ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇത് പുതിയ എനർജി ആണെന്ന് കാണുന്നുണ്ട്. ഇവരിലൂടെ ഇവരുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഈ വരുന്ന ആളുകൾ അവരൊരു മീഡിയം ആണെന്നാണ് കാണുന്നത്. അവരിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ്, ഒരു മെസ്സേജ് എനർജി, ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഈ ഒരു ഷിഫ്റ്റ്, ഈ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. നിങ്ങൾക്ക് അത് ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾ അറിയുന്നത്. അത് വരുന്നത് ഈ പറയുന്ന വ്യക്തികളിലൂടെ ആയിരിക്കാം.
നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിലൂടെ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ പുതിയ ജോലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ജോലി അത് ഓഫർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കണം അല്ലേ? അത് ആരാണോ നിങ്ങൾക്ക് ആ ജോബ് ഓഫർ ചെയ്യുന്നത്, ആ വ്യക്തി ആരായിട്ടാണോ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്, അവരാണ് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആയിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച്, ട്രാവൽ, റീലൊക്കേഷൻ, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു സെലിബ്രേഷൻ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടൊരു ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ എന്തായാലും ഒരു മെസ്സേജ്, അറൈവൽ ഓഫ് എ ഗുഡ് ന്യൂസ് എന്നും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു നല്ല സന്ദേശം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലില് കാര്യമായൊരു പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാവൽ, റീലൊക്കേഷൻ ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കാണുന്നു. ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ചേഞ്ച്, പെട്ടെന്നുള്ള നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള എല്ലാം ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അത് കൂടാതെ എന്താ സോൾ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നു. നിങ്ങളുടെ സോൾ ഫാമിലിയിൽ ഉള്ള മെമ്പേഴ്സ് നിങ്ങളെ നിങ്ങളുടെ ട്രൂ ഫ്രണ്ട്സ് അവർക്കാണ് ആകാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലൂടെ കണ്ടുമുട്ടുന്നുണ്ട്. Clarify the Ten of Wands. അടുത്തതായിട്ട് നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു മേഖലയിലാണോ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലായിരിക്കാം പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിൻഡ് മീറ്റ്, ഒരു ഡെസ്റ്റിൻഡ് യൂണിയനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി സിംഗിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരു എന്താ പറയുക അത്ര ഹെൽത്തി അല്ലാത്ത റിലേഷൻഷിപ്പിലാണ് എങ്കിൽ, ഓക്കെ, നിങ്ങൾക്കുള്ളതാണ് പ്രധാനമായിട്ടും. അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളവരെ ആ റിലേഷൻഷിപ്പിനെ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്കൊരു അവസരം ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കല്ലാതെ വേറൊരു ചോയ്സ് ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പോൾ എന്നുവെച്ചാൽ മഹാദേവൻ നിങ്ങൾ അവിടെ ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇത് ഉപേക്ഷിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നല്ലതല്ല, ഹെൽത്തി അല്ല. അപ്പൊ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അത് വിട്ടുകളയാതെ ഉപേക്ഷിക്കാൻ നിൽക്കുകയായിരിക്കും. പക്ഷെ നിങ്ങളുടെ നല്ലത് അതല്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് അത് നിങ്ങൾക്കത് മോശമാണ്, നിങ്ങൾക്കത് ഒരുപാട് പ്രശ്നങ്ങളാണ് കൊണ്ടുവരിക എന്നുള്ളത് മഹാദേവന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ എന്ത് ചെയ്യണത്, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇത് ഉപേക്ഷിക്കുക എന്നല്ലാതെ വേറൊരു ചോയ്സ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ഓക്കെ, ചിലരിത് ഇന്റൻഷണൽ, നിങ്ങൾ ആ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരികയാണ്, എനിക്ക് ഇനിയും ഇങ്ങനെ എനിക്ക് ഭാരമായി തോന്നുന്ന ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇതിന് നല്ലത് അർഹിക്കുന്നു എന്നൊരു ബോധ്യം ഉണ്ടായിട്ട് ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്ന കൂട്ടരും ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് അത് അവസാനിക്കുക മാത്രമല്ല, റിലേഷൻഷിപ്പിൽ ആ ഒരു ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു എന്താ പറയണ്ടേ, നിങ്ങൾ ഈ ജന്മം ആരോടൊപ്പമാണോ ആയിരിക്കേണ്ടത്, ആ ഒരു ഡെസ്റ്റിൻഡ് പാർട്ട്ണർ അവരുടെ അടുത്തേക്കുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള യൂണിയനിലേക്കുള്ള ഒരു നെക്സ്റ്റ് ചാപ്റ്റർ, അതിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് കാണുന്നു. ഇതൊരു ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ ആണെന്നാണ് ഞാൻ കേൾക്കുന്നത്. കാരണം ഇതൊരു ഡിവൈൻ യൂണിയനിലേക്കുള്ള ഒരു യാത്രയാണ്. ഓക്കെ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂ ചാപ്റ്റർ ആണെന്ന് കാണുന്നത്. വളരെ പെട്ടെന്നാണ് സംഭവിക്കാന്ന് കാണുന്നുണ്ട്. അതായത് ഇതിനൊരു ഏസ് ഓഫ് വാൻസ് എനർജി, ഒരു ഫയറി എനർജി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു നിങ്ങളുടെ 3D റിയാലിറ്റീനെ ഒന്ന് ഷേക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അത് അത്രയും സ്മൂത്ത് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് അത് ഒരുപാട് ഒരു ഫ്രീഡം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഫ്രീ ആകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായി കാണുന്നു. നിങ്ങളുടെ നല്ലതിനാണ് ഇത് സംഭവിക്കണേ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ സിംഗിൾ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ സിംഗിൾ ഇപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും ഈ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ആവുന്നതിന് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ എനർജീസും നിങ്ങൾ റിലീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ അത് തിരിച്ചറിയുന്നു. നിങ്ങൾക്കത് അനാവശ്യ ഭാരമാണ്, നിങ്ങളത് അനാവശ്യമായിട്ടുള്ള ഒരു എനർജി നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഉപേക്ഷിച്ച് നിങ്ങൾ ആ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള പാർട്ട്ണറിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരുപക്ഷെ അടുത്ത ശിവരാത്രി ആകുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു ഡിവൈൻ യൂണിയൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഓൾറെഡി നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും. അതിനുള്ള സാധ്യത വളരെ സ്ട്രോങ് ആയി കാണുന്നുണ്ട്. വളരെയധികം എക്സൈറ്റ്മെന്റ് ഉള്ള, ഒരുപാട് എന്താ പറയണ്ടേ, ഗ്രോത്ത് ഉള്ള, ഒരുപാട് പ്രോഗ്രസ് നിറഞ്ഞ ഒരു അധ്യായമായിരിക്കും ഇനി വരുന്നത്. അപ്പൊ ആ വ്യക്തി ഒരു എനർജിയാണ് അവർക്ക് ഉണ്ടാവുക. ഓക്കെ, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്, ഇതാണ് നിങ്ങളുടെ ലോങ് ടേം പാർട്ട്ണർ, അവരിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷനും നിങ്ങൾക്ക് മഹാദേവൻ കൊണ്ടുവരുന്നുണ്ട്.
ഓക്കെ, നാലാമതായി പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണെന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഏതിലൂടെ മുന്നോട്ട് പോകണം എന്നറിയില്ല. ഏതിലൂടെ പോയാലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി അതിലൂടെ കൊണ്ടുവരാൻ സാധിക്കുക എന്നറിയാത്തതുകൊണ്ട് നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് വളരെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവസരം നിങ്ങൾക്ക് അറിയാം ഏതോ ഓപ്ഷൻ, പക്ഷെ അതുമായി മുന്നോട്ട് പോകാൻ ഒരു ധൈര്യമില്ലായ്മ, അങ്ങനത്തെയും ഒരു എനർജി കിട്ടുന്നുണ്ട്. ആ ഒരു മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വളർച്ച, വിജയം ഒക്കെ നിങ്ങൾ കൈവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു വിജയം കൈവരിക്കുന്നതിലൂടെ, ആ വളർച്ച ഉണ്ടാകുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി, ലോങ് ടേം സ്റ്റെബിലിറ്റി ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോ ഇപ്പൊ അവിടെ കൺഫ്യൂസ്ഡ് ആണെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലും അത് മാറുന്നുണ്ട്, ആ സിറ്റുവേഷൻ മാറുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിങ്ങൾ ഏത് രീതിയിലുള്ള ഒരു വളർച്ച, ഏത് രീതിയിലുള്ള ഒരു പുരോഗതിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് കൂടുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് അതൊരു ലോങ് ടേം സ്റ്റെബിലിറ്റി ആണ് അതിലൂടെ സംഭവിക്കുന്നത് ആ ഒരു മേഖലയിൽ. ഓക്കെ, ഇപ്പൊ അനുഭവിക്കുന്ന ഒരു അനിശ്ചിതത്വം ഒന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ. ഓക്കെ, അപ്പൊ അടുത്ത ശിവരാത്രിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എത്രത്തോളം അലൈൻഡ് ആകുന്നു അതനുസരിച്ച് സംഭവിക്കുന്നതാണ്. ഓക്കെ, അനുഭവത്തിൽ വരുന്നതാണ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. അത് വായിച്ചു നോക്കുക. റീഡിംഗ് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ശിവരാത്രി ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം. ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് അടുത്ത ശിവരാത്രിക്കുള്ളിൽ നിങ്ങൾക്ക് മഹാദേവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ ടൈം ഫ്രെയിം ആണ് പറയണേ. ഈ ശിവരാത്രി തുടങ്ങി അടുത്ത ശിവരാത്രി വരെയുള്ള സമയം. ഓക്കെ, ഒരു വർഷ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മഹാദേവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾ വളരെയധികം അവിടെ ഇമോഷണലി ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു. നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് ഇതുവരെയും പുറത്ത് കടന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി നിങ്ങൾ പുറത്ത് കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അവസരങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി കൊണ്ടുവരുന്നതിനും മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എനർജി അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പക്ഷെ അതേസമയം വളരെ ഒരു ആത്മധൈര്യം വീണ്ടെടുത്ത് അതിൽ മുന്നോട്ട് പോകണം. ഇനിയും ഇങ്ങനെ ഈ ഒരു മേഖലയിൽ തുടരാൻ സാധിക്കില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു എനർജി വിട്ടു പോയിട്ടുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്വയം ഇങ്ങനെ ഇനീഷ്യേറ്റ് എടുക്കുകയാണ്, നിങ്ങൾ സ്വയം അതിന് ശ്രമിക്കുകയാണ്. നാച്ചുറലി സംഭവിക്കില്ല, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ മേഖലയിൽ നിങ്ങളിപ്പോ കാണാതിരിക്കുന്ന അവസരങ്ങൾ, കാണാതിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നു, നിങ്ങൾ തിരിച്ചറിയുന്നു. അതില് നിങ്ങൾക്ക് ഏത് ആണോ വേണ്ടത്, ഏത് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പുരോഗതി, ആ ഒരു വളർച്ച ആ ഒരു മേഖലയിൽ കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകമാകുന്നത് ആ ഒരു ഓപ്ഷനുമായിട്ട് നിങ്ങൾ ധൈര്യസമേതം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ അതിലൂടെ പെട്ടെന്ന് തന്നെ ഈ ഒരു മേഖലയിൽ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു ഏതാണ് ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഈ ഒരു അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ ഈ ശിവരാത്രിക്ക് ശേഷമുള്ള സമയം, പ്രത്യേകിച്ച് നിങ്ങൾ വ്രതമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും.
നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഓക്കെ, എനിക്ക് ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഈ ഒരു സിറ്റുവേഷൻ പുറത്ത് കടക്കാൻ എനിക്ക് ഇന്ന അവസരങ്ങൾ അവൈലബിൾ ആണല്ലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാമല്ലോ. അപ്പൊ പിന്നെ നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴുള്ള അവസരങ്ങളിലേക്ക് മാറുകയാണ്. അങ്ങനെ അതിൽ ഏതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതിയും വളർച്ചയും നൽകാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകമാകുക, അതിനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ഓക്കെ, ആ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നതായി കാണുന്നുണ്ട്. കാരണം നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ്. പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാണ് ഈ മേഖലയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ അനുഭവത്തിൽ വരാനായിട്ട് പോകുന്നത്. ക്ലാരിഫൈ ദ ക്വീൻ ഓഫ് സ്വോർഡ്സ്. Clarify the Knight of Pentacles. Clarify the Knight of Pentacles. അതുപോലെ നിങ്ങളുടെ ഏതൊരു മേഖലയിലും മിക്കതും കരിയർ ആസ്പെക്റ്റിലായിരിക്കാം. നിങ്ങൾ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു പെർമനന്റ് ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ നിങ്ങൾ കുറെ നാളുകളായിട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, കറന്റ് നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻ, നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നു ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ഉണ്ട്, ഒരു പ്രോഗ്രസ് ഉണ്ട്, അത് കിട്ടുമെന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, നിങ്ങൾ പക്ഷെ കുറേ നാളായിട്ട് അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ആ ഒരു മേഖലയിൽ ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആ പുരോഗതി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇതൊരു സന്ദേശത്തിന്റെ രൂപത്തിൽ എത്തുന്നു എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു സന്ദേശം, ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് വഴി നിങ്ങൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹിച്ച ഒരു ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോബ് പ്രൊമോഷൻ ആയി എന്ന് അറിയിച്ചുകൊണ്ടിട്ടുള്ള സന്ദേശമായിരിക്കാം, അല്ലെങ്കിൽ സ്ഥിരം ജോലി കിട്ടുന്നത് അറിയിച്ചിട്ടുള്ള സന്ദേശമായിരിക്കാം. ചിലപ്പോൾ ഞാൻ കേൾക്കുന്നു, ചിലപ്പോൾ ഒരുപാട് നാൾ മുൻപ് അപേക്ഷിച്ചിട്ടത്, ഓക്കെ, ഒരു തരത്തിലുള്ള റെസ്പോൺസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അവര് ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാണ്, ഇതിന് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇപ്പോഴും താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു വിജയം നിങ്ങൾ നേടുന്നു. ഓക്കെ, ആ ഒരു കിങ് ഓഫ് വാൺസിന്റെ എനർജിയിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തത്, അത് നിങ്ങളിലേക്ക് എത്തുകയാണ്. ആ ഒരു വ്യക്തമായ ക്ലാരിറ്റി ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത് ഒരു സന്ദേശം എന്നാണ് ഞാൻ കാണുന്നത്. അതിലൂടെ നിങ്ങൾക്ക് അറിയണം, ഓക്കെ, ഇതാണ് ഞാൻ കാത്തിരുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടത്, അതിപ്പോൾ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള റിയലൈസേഷൻ നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാകുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷന് വളരെയധികം ഒരു പ്രാധാന്യം ഉണ്ട്. പ്രൊട്ടക്റ്റീവ് ആയിരിക്കുക, അങ്ങനെ ഒരു മാറ്റം, അത് വളരെ നിങ്ങളെ അത്രയും അധികം അധ്വാനിച്ചതിന്റെ ഒരു മാറ്റമാണ് ഈ വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു പ്രൊട്ടക്റ്റീവ്നെസ് വേണം കേട്ടോ. ഈ ഒരു അനുഗ്രഹം എല്ലാവരും നിങ്ങൾ അറിയിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇങ്ങനെ ഉണ്ടായി, എനിക്ക് ഇന്നത് കിട്ടി, ഞാൻ അത് വേണ്ട. ഓക്കെ, അത് ഒരു പരമാവധി രഹസ്യമാക്കി വെക്കാനും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് മഹാദേവൻ പറയുന്നു. ഓക്കെ, clarify the Three of Pentacles. Clarify the Cups. എന്തെങ്കിലും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഓക്കെ, ഒരുപാട് പേര് ഒരേ സമയം പരിശ്രമിക്കുന്ന ഒരു കാര്യം, ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിലായിരിക്കാം, മേഖലയിലായിരിക്കാം, നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു പ്രൊജക്ട്, നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു സംരംഭം ഉണ്ട്. ഓക്കെ, നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവിടെ നിങ്ങൾ ഒരുപാട് കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ വളരെ വൃത്തിയായി ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ ഒരു ലോങ് ടേം ഗ്രോത്ത് ആഗ്രഹിക്കുന്നു, ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ ഉൾക്കൊണ്ട് അതൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. വളരെയധികം കോമ്പറ്റീഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ നിങ്ങളുടെ ഒരു വിജയം ഉണ്ടാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ പ്രൊജക്ടിന്റെ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കിന്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ചിലപ്പോൾ ഇതൊരു കണ്ടന്റ് ക്രിയേഷൻ ആ ഒരു മേഖലയായിരിക്കാം. ഓക്കെ, ഏതൊരു മേഖലയിലാണ്, വളരെ ഹൈ കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയിലാണ് എന്ന് കാണുന്നു നിങ്ങളുടേതായ പ്രൊജക്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രൊജക്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. അവിടെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് പൊസിഷനിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഏതൊരു ലെവലിൽ സക്സസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത വളരെ സ്ട്രോങ് ആയി കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് അതിന് വേണ്ടുന്ന നിങ്ങൾക്ക് റൈറ്റ് സപ്പോർട്ട്, ഓക്കെ, ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന റൈറ്റ് സപ്പോർട്ട് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് വഴി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു.
ആ ഒരു വിജയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം ഉണ്ടാകുന്നത് വഴി നിങ്ങൾ അത് ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ എത്ര ടഫ് കോമ്പറ്റീഷൻ ആണെങ്കിലും നിങ്ങൾ അത് സക്സസ്ഫുള്ളി നിങ്ങൾ അതിൽ വിജയിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അത് നിങ്ങൾ ആഘോഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കാണുന്നു. നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. Clarify the Three of Wands. Clarify the Three of Wands. Clarify the Justice. Ace of Wands. Okay. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ വളരെ അടുത്ത് വന്ന് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓൾറെഡി ഇത് ഈ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഓൾറെഡി. അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ശിവരാത്രിക്ക് തൊട്ട് മുൻപോ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇന്നിപ്പോ ശിവരാത്രിയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരാഴ്ചക്കുള്ളിലൊക്കെ മിക്കതും നിങ്ങൾ ഈ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ അർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു ബാലൻസ്, ഹാർമോണിയസ് എനർജി കൊണ്ടുവരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ജസ്റ്റിസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിലൂടെ ഒരുപാട് പുരോഗതി നിങ്ങളെ തേടി വരുന്നുണ്ട്. ഓക്കെ, ഇതിലൂടെ ചിലപ്പോൾ ഒരു ട്രാവൽ, റീലൊക്കേഷൻ ഒക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഒരുപാട് കൂടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, മാത്രമല്ല ഈ അനാവശ്യ ഭാരങ്ങൾ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം, ഈ ബുദ്ധിമുട്ടുകൾ അവസാനിച്ച് ലൈഫിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്, വളരെ പുരോഗതി ഒക്കെയാണ് ഉണ്ടാവുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണോ ഈ ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഏതൊരു സമയത്താണ് വരുന്നത് അത് റൈറ്റ് ടൈം ആണ്, പെർഫെക്റ്റ് ടൈം ആണ്. അത് വരുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങൾ ടോട്ടലി ഡിസേർവ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഒരു ലൈഫിൽ ഉണ്ടാവുകയാണ്. ഒരു വ്യക്തിയായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു. അവിടെ നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി, ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു സത്യം അറിഞ്ഞിരിക്കുന്നു എന്നൊരു ബോധ്യമുണ്ട്. പക്ഷെ അത് എന്താണ് ആ സത്യം എന്ന് അറിയാനായിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അത് വിട്ടുകൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സത്യം അറിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കത് കാണിച്ചു തന്നെ, അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം, ആ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നു. മാത്രമല്ല അപ്പൊ അതുമൂലം നിങ്ങൾക്ക് അതുവരെ നിങ്ങൾ എന്താ പറയാ, ഈ ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ സത്യം തിരിച്ചറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചില മിസ്കൺസെപ്ഷൻസ്, തെറ്റിദ്ധാരണകള്, ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നിങ്ങൾ പിന്നെ വിട്ടുകളയാതെ കയ്യിൽ വെച്ചിരുന്ന എന്തെങ്കിലും ഒരു എനർജറ്റിക്കലിയാ പറയണേ. ഓക്കെ, നിങ്ങൾ വിട്ടുകളയാതെ വെച്ചിരുന്ന ചില എനർജീസ് ഉണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നു. വളരെ സമാധാനത്തോടെ അതിനൊക്കെ ഉപേക്ഷിക്കാനും പറ്റുന്നുണ്ട്. ആ തെറ്റിദ്ധാരണകളൊക്കെ അകലുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് അതുമൂലം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത് നിങ്ങൾക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അർഹിക്കുന്ന, നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ആ സത്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി വരുന്നതോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ, എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ അർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ജസ്റ്റിസ് വരുന്ന അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ന്യായം, നീതി നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് അന്യായം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക്കലി ആ മേഖലയിലായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു നീതി, ന്യായം യൂണിവേഴ്സ് നടപ്പാക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. ആ സംഭാഷണത്തിലൂടെയാണ് ആ ന്യായം, നീതി നിങ്ങളിലേക്ക് നടപ്പാക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാകുന്നതും. ഓക്കെ, ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ധൈര്യത്തോടെ ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നു. നിങ്ങൾ ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണെങ്കിലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണെങ്കിലും നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയതുകൊണ്ടാണ് ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതിന്റെ 2 കൈ നീട്ടി സ്വീകരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മഹാദേവൻ നൽകുന്ന, നിങ്ങൾക്ക് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ അടുത്ത ശിവരാത്രിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം.
പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് ലഭിക്കുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചുരുക്ക വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. അതിലൂടെ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നിങ്ങൾക്ക് ശിവരാത്രി ആശംസകൾ നൽകുന്നു. അതോടൊപ്പം എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. ഓക്കെ, ഏസ് ഓഫ് സോർഡ്സ് ആണ് ഫസ്റ്റ് ആണ് കിട്ടിക്കണേ. ക്ലാരിഫൈ ദ ഏസ് ഓഫ് സോർഡ്സ്. Ace of Cups. Clarify the Ace of Cups. Ten of Cups. നല്ല എനർജി ആണല്ലോ. ഓക്കെ, ഇവിടെ ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. കൂടുതലും നിങ്ങളുടെ വിവാഹ ജീവിതം അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. കാരണം 10 of Cups, Ace of Cupsഉം വരുമ്പോൾ അത് തന്നെയാണ് സ്ട്രോങ് എനർജി കാണുന്നത്. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറുമായിട്ടുള്ള ഡിവൈൻ യൂണിയൻ ഓക്കെ, നിങ്ങളുടെ ഒരു ഹാപ്പിലി എവർ ആഫ്റ്ററിലേക്ക് നിങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ, അതായത് ഈ ശിവരാത്രി തുടങ്ങി അടുത്ത ശിവരാത്രിക്കുള്ളിൽ കടക്കുന്നതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇത് തന്നെയാണ് മഹാദേവൻ കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യം തന്നെ ഉള്ള ഒരു അനുഗ്രഹം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായമായിരിക്കും. ഒരു പുതിയ എന്താ പറയണ്ടേ, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പക്ഷെ വളരെ ഡെപ്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു അനുഗ്രഹമാണിത്. നിങ്ങൾ അർഹിക്കുന്ന, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പങ്കാളിയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ്, ഫാമിലി ലൈഫ് നിങ്ങൾക്ക് അവരോടൊപ്പം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നിങ്ങളൊക്കെ ഇതൊരു വളരെയധികം എന്താ പറയാ, ലൈഫിൽ സക്സസ്ഫുൾ ആയി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചിലപ്പം പലതരത്തിലുള്ള ജഡ്ജ്മെന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിന്റെ ആസ്പെക്റ്റിലോ ഒക്കെ. പക്ഷെ എന്താ വെച്ചാൽ സക്സസ്ഫുൾ ആയി എന്ന് തോന്നാൻ കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടത് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉള്ള റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതേ കണക്ഷൻ, അത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾ തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ അത് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതൊരു എന്താ പറയണ്ടേ, നിങ്ങളുടെ ഒരു സക്സസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സക്സസ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ ഡെക്ക് കട്ട് ചെയ്തപ്പോൾ കണ്ടത് 3 of Pentacles ആണ്. ഓക്കെ, പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറയില്ലേ, പെർഫെക്റ്റ് കമ്പാനിയൻ ആണ് അവര്. നിങ്ങളും അവരും ബ്യൂട്ടിഫുള്ളി ബാലൻസ്ഡ് ആണ് എന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Clarify the 7 of Cups. Clarify the Knight of Pentacles. ഓക്കെ, അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ഞാൻ കാണുന്നു. പ്രധാനമായിട്ട് ഒരു വിഷ് ഫുൾഫിൽമെന്റിന്റെ ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ കറന്റിലുള്ള ആഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഈ ഒരു ആഗ്രഹം. അത് വളരെ സ്പെസിഫിക് ആണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളത് ആ ആഗ്രഹം എന്ന് സബലീകരിക്കപ്പെടുന്നു, അത് നിങ്ങൾ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യണം എന്നും കൂടെ ആഗ്രഹിക്കുന്നു. അതായത് അത്രയും നിങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ അതിനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അതിനായിട്ട് ഒരുപാട് എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും ഈ അടുത്തായിരിക്കും ഒരു ആഗ്രഹം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് അതിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, പരിശ്രമങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയും കൂടെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എത്താൻ പോകുന്നത്, എങ്ങനെയാണ് അതിലേക്ക് എത്തുക, ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി. ഓക്കെ, എങ്ങനെ അതിലേക്ക് എത്തും, എപ്പോഴാണ് അത് സംഭവിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു വ്യക്തത ഒന്നും ഇപ്പൊ ഉണ്ടാവില്ല. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഒരു എന്താ പറയാ, നിങ്ങൾ ഈ എടുക്കുന്ന ആക്ഷൻസ് മതിയോ, ഇതിലൂടെ എത്തുമോ, അങ്ങനത്തെ ഒരു ചിന്ത ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ ഇതിപ്പോ ഒരുപാട് കാലം മുൻപേ നിങ്ങൾക്കുള്ള ഒരു ആഗ്രഹമാണ്
നിങ്ങൾ അതിനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നടന്നിട്ടില്ല എങ്കിൽ ഈ കൺഫ്യൂഷൻ കൂടിയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ഇനി ചെയ്യുന്നത് പോരാഞ്ഞിട്ടാണോ, ഇനി ഇത് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ, ഇനിയും ഈ ഒരു ആഗ്രഹവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ, നടക്കുമോ, നടക്കാൻ സാധ്യത കാണുന്നില്ലല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ സ്ട്രോങ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓൾറെഡി ഉണ്ട്, ഒരു കൺഫ്യൂഷൻ, ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും കറക്റ്റ് ടൈം ഉണ്ട്. ഓക്കെ, ആ ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് ഇവിടെ പ്രധാനമായിട്ടും ഇവിടുത്തെ ഈ ഒരു കാര്യം നടക്കുന്നതിന്. ഡിവൈൻ ടൈമിങ്ങിന് അത്രയും പ്രാധാന്യമുണ്ട്. ആ ഡിവൈൻ ടൈമിങ്ങിൽ തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ആ ഒരു സമയത്ത്, പക്ഷെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സഫലീകരണത്തിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ഇതിലൂടെ ഒരുപാട് പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കാണുന്നു. ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രോസ്പെറിറ്റി അതുപോലെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വളരെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും നല്ലൊരു അനുഭവമായിരിക്കും എന്നുകൂടെ കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു ആഗ്രഹ സഫലീകരണത്തോടെ മാറുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു കാര്യം ഇത്ര പറയുന്നുള്ളൂ. ഫാസ്റ്റ് പേസ്ഡ് ചേഞ്ച് ആണ്, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അല്ലെങ്കിൽ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. നിങ്ങൾക്ക് എന്താ പറയാ, ഒരു സർപ്രൈസ് ആണ്. കാരണം ഇതിന്റെ ഒരു ഡീറ്റെയിൽസും ഇവിടെ യൂണിവേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മഹാദേവ് പറയുന്നില്ല. കാരണം നമുക്ക് അൺനോൺ കാർഡും ഹൈ പ്രീസ്റ്റസ് പറഞ്ഞേക്കണം. ഹൈ പ്രീസ്റ്റസിൽ തന്നെ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. അൺനോൺ കാർഡ് ആകുമ്പോൾ അത് വളരെ ക്ലിയർ ആണ്. എങ്ങനെ, എന്ത്, എപ്പോ, ഇതൊന്നും ചോദിക്കരുത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കരിയറിലായിരിക്കാം, സാമ്പത്തികത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടിലും ആയിരിക്കും ഒരേ സമയം. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും അത് സംഭവിക്കുന്നുണ്ട്. അത് പക്ഷെ എങ്ങനെ സംഭവിക്കുന്നു, എപ്പോ സംഭവിക്കുന്നു, ഏത് രീതിയിൽ, ഇതൊന്നും ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല. മഹാദേവൻ ഇത്രേ പറയുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രണ്ട് സാമ്പത്തികത്തിലും നിങ്ങളുടെ കരിയറിലും ജോലിയിലും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരുപോലെ ഈ ഒരു മാറ്റം, ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഓക്കെ കുറേ കൂടെ ഗ്രോത്ത് ഉള്ള അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. മാറ്റങ്ങൾ ഇപ്പോഴേ നടക്കുന്നു. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കലേ തന്നെ ഈ മാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ആ ഒരു എന്താ പറയുക പുതിയ അധ്യായത്തിലേക്ക് വളരെയധികം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ഐഡിയ ഇല്ല എത്ര ഫാസ്റ്റ് ആയിട്ടാണ് യൂണിവേഴ്സ് ഇങ്ങനെ എനർജി അലൈൻ ചെയ്യുന്നത്, അതായത് റീഅറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത്, കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള ഒരു ലാഞ്ചന പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആയിരിക്കും ഈ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. മഹാദേവൻ പറയുന്നത് ഇത്രയാണ്, സറണ്ടർ ചെയ്യുക. ഇതറിയാം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ ഈ ഒരു മാറ്റം സംഭവിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടിലും ചേർന്നിട്ടായിരിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ബിസിനസ്, ഒരു സൈഡ് ഹസിൽ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ മേഖലയിലും ആയിരിക്കാം. എന്തുതന്നെയാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അതിലൂടെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ എന്താ പറയണ്ടേ, ആ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ഒരു സ്റ്റെബിലിറ്റി ലൈഫിലേക്ക് വരുന്നുണ്ട്, കൂടുതൽ ഒരു സെക്യൂരിറ്റി ലൈഫിലേക്ക് വരുന്നുണ്ട്, കൂടുതൽ പണം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, കരിയറിനും ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങളിൽ ചിലവർക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ പണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പണം വരുന്നതിന് ഒരു അവസരം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കരിയറിലാണ് ഒരു മാറ്റം വരുന്നത്, അതിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പണം വരുന്നത്. ഓക്കെ, അത് എങ്ങനെ, എപ്പോ, അതൊന്നും യൂണിവേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. നിങ്ങളോട് പറയുന്നത് ട്രസ്റ്റ് ദ അൺനോൺ. നിങ്ങൾക്കറിയാം ഇൻറ്റ്യൂട്ടീവ്ലി ഇത് സംഭവിക്കുന്നുള്ളത്. ആ ഒരു ആ അറിവ് മാത്രമേ ഇപ്പൊ ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു ക്ലൂ ഇതാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാണ് കാര്യങ്ങൾ മാറി മറിയാൻ പോകുന്നത്. ഇത്രയും മാത്രമേ നിങ്ങൾ അറിയേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം മഹാദേവന് വിട്ടുകൊടുക്കുക. കൃത്യസമയത്ത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടപ്പാക്കിയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു ഹീലിംഗ്, വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് കാണുന്നു. കറന്റ് നിങ്ങൾ ആ ഹീലിംഗ് പീരീഡിൽ തന്നെയാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്,
നിങ്ങൾ ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്ന് അലൈൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഹീലിംഗ് പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം പോലും അതിന് മുടക്കം വരാതെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ 100% ആ ഒരു എന്താ പറയാ aware ആയിക്കൊണ്ട് present ആയിക്കൊണ്ട് നിങ്ങൾ അത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ ഏതൊരു കാര്യത്തിൽ നിന്നാണ് ഹീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുകയും നിങ്ങൾ എന്താ പറയാ ആ ഒരു വളരെ അലൈൻഡ് ആയിട്ടുള്ള വളരെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം, അത് റിലേഷൻഷിപ്സ് ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ഏതൊരു മേഖലയിലും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് മാത്രം അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ആവാണ് ചെയ്യുക. നിങ്ങളുടെ വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വരും, നിങ്ങളിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ എന്ന വ്യക്തിക്ക് ഒരു ഗ്ലോ അപ്പ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു, കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണുന്നു, നിങ്ങൾ കുറേയും കൂടെ പീസ്ഫുൾ ആകുന്നതായിട്ട് കാണുന്നുണ്ട്, സ്ട്രെസ് ഇല്ലാതിരിക്കുന്നതായിട്ട് കാണുന്നു. ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് ആണെന്ന് കൂടെ മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ടോ അതിന്റെ ഫലമാണ് ഈ വരുന്നത്. അല്ലാതെ വെറുതെ വരുന്നതല്ല എന്ന് നിങ്ങൾ ആ ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ചുറ്റുള്ളവർക്ക് പറയുമ്പോൾ എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു മാറ്റം വന്നത് അങ്ങനെ. പക്ഷെ ഭാഗ്യം അത് തുണച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് ഡെഫിനറ്റ്ലി. പക്ഷേ അതോടൊപ്പം നിങ്ങളുടെ അടുത്ത ഹാർഡ് വർക്ക്, നിങ്ങൾ അത്രയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ അല്ലാതെ ചുമ്മാ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് മാറ്റം വന്നിട്ടുള്ളതല്ല. നിങ്ങൾ ഹീലിംഗിന് വേണ്ടി പരിശ്രമിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മാറ്റം ഉണ്ടാകുന്നു. അങ്ങനെ നിങ്ങൾക്ക് കുറേ കൂടെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതായത് നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നു. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തോരം ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുമ്പോൾ നിങ്ങളെ തേടി നല്ല കാര്യങ്ങൾ വരുന്നു. അങ്ങനെ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ നിങ്ങളും യൂണിവേഴ്സും തമ്മിലുള്ള ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എനർജിയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് മഹാദേവനിൽ നിന്ന് ഈ ഒരു ശിവരാത്രിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ. അടുത്ത ശിവരാത്രിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവത്തിൽ വരുന്നതാണ്. അപ്പോ മഹാദേവനെ വിശ്വസിക്കുക. ശിവരാത്രി വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ആ ശക്തിയെ വിശ്വസിക്കുക. ഇപ്പൊ നിങ്ങൾ മഹാദേവൻ എന്നുള്ള കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ യൂണിവേഴ്സ് എന്നുള്ള ശക്തിയിൽ വിശ്വസിക്കുക. ആ ഒരു ശക്തി നിങ്ങൾ അർഹിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതത് സമയങ്ങളിൽ എത്തിക്കും എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ണടച്ച് വിശ്വസിക്കാതെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അനാവശ്യമായിട്ടുള്ള സംശയങ്ങളെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് ലഭിക്കുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചുരുക്ക വിവരണം നൽകിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. താല്പര്യമുള്ള റീഡിംഗ് ബുക്ക് ചെയ്യുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ശിവരാത്രി ആശംസകൾ നേരുന്നു. അതോടൊപ്പം എല്ലാ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു.